നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അപൂർവ ഇനം പക്ഷികളെ കടത്താൻ ശ്രമിച്ച രണ്ടുപേരെ കസ്റ്റംസ് പിടികൂടി. തിരുവനന്തപുരം സ്വദേശികളായ ബിന്ദു, ശരത് എന്നിവരാണ് പിടിയിലായത്. വേഴാമ്പലുകൾ ഉൾപ്പെടെ അപൂർവ ഇനത്തിൽപ്പെട്ട 14 പക്ഷികളെയാണ് കടത്താൻ ശ്രമിച്ചത്. ശരൺ ചേരുന്നു. ശരൺ, എങ്ങോട്ടായിരുന്നു കടത്താൻ ശ്രമിച്ചത്? എന്താണ് കേസ്? എങ്ങോട്ടാണ് കടത്താൻ ശ്രമിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ തുടരുകയാണ് ധന്യ. എന്തായാലും നേരത്തെ നമ്മൾ പല വിധത്തിലുള്ള സാധനങ്ങൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലൂടെ കടത്താൻ ശ്രമിച്ചിരുന്നത് കണ്ടിരുന്നതാണ്. അതായത് ഹൈഡ്രോ കഞ്ചാവ്, ഒപ്പം തന്നെ ഇലക്ട്രിക് ഉപകരണങ്ങൾ, സ്വർണ്ണക്കടത്ത് അടക്കമുള്ളവ കണ്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പക്ഷിക്കടത്ത് കൂടി എത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെയാണ് ഈ സംഭവം. ഇന്നലെ തായ്ലൻഡിൽ നിന്നും, ബാങ്കോക്കിൽ നിന്നും 2 പേർ തായ് എയർവേസ് വിമാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വന്നിറങ്ങി. അതിനുശേഷം ഇവരുടെ പെരുമാറ്റത്തിൽ, തിരുവനന്തപുരം സ്വദേശികളായ 2 പേരാണ് ബിന്ദു, ശരത്ത്. ഇവരുടെ പെരുമാറ്റത്തിൽ ചില സംശയങ്ങൾ കസ്റ്റംസിന് തോന്നിയിരുന്നു. അങ്ങനെ കസ്റ്റംസ് ഇവരുടെ ബാഗേജ് പരിശോധിച്ചപ്പോഴാണ് അതിൽ വേഴാമ്പലടക്കം 14 അപൂർവ ഇനം പക്ഷികളെ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ പക്ഷി കടത്തിന് അനുമതി ഉള്ളതല്ല. അതുകൊണ്ട് തന്നെ 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അങ്ങനെ ചോദ്യം ചെയ്തപ്പോഴേക്കും അവർ പറഞ്ഞത് ഇത് ചിലർ തങ്ങളെ ഏൽപ്പിച്ചതാണ്, ചിലരെ ഏൽപ്പിക്കാനായിട്ട് ചിലർ തങ്ങൾക്ക് കൈമാറിയതാണ്. ഇത് പ്രധാനമായും 75,000 രൂപ പ്രതിഫലത്തിനാണ് ഇത് കൈമാറിയെന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്തായാലും ഇനി ഈ പക്ഷികളെ എന്ത് ചെയ്യുമെന്നുള്ള കാര്യം കൂടി ഉണ്ട്. സ്വാഭാവികമായിട്ടും കസ്റ്റംസ് ഇത് കസ്റ്റഡിയിലെടുത്ത് വനം വകുപ്പിന് കൈമാറുകയാണ് ചെയ്തിരിക്കുന്നത്. നിലവിൽ ഡോക്ടർമാരുടെ പരിചരണത്തിലാണ് ഈ പക്ഷികളുള്ളത്. പക്ഷികളെ ഈ മാതൃരാജ്യത്തേക്ക് തന്നെ റീ എക്സ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ് നിലവിൽ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർ ആർക്ക് വേണ്ടിയാണ് കൊണ്ടുവന്നതെന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നതിനുള്ള ചോദ്യം ചെയ്യലും കസ്റ്റംസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നതാണ്. പക്ഷെ അതിൽ പൂർണ്ണമായ വിവരം കസ്റ്റംസിന് ലഭിച്ചിട്ടില്ല. കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മാത്രമേ ഇതിൽ വ്യക്തത വരൂ എന്നുള്ളതാണ് നിലവിൽ കസ്റ്റംസ് അറിയിക്കുന്നത്. ശരി, ശരൺ.